കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ എതിർപ്പുമായി CPI. സംഘപരിവാർവൽക്കരണത്തിന്റെ ഭാഗമായുള്ള പദ്ധതിയിൽ ചേരാനുള്ള തീരുമാനത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മീഡിയ വണ്ണിനോട് പറഞ്ഞു. കേരളത്തിൽ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും നടത്താതെ ഫണ്ട് വാങ്ങിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. എതിർപ്പിൽ CPI ഉറച്ചു നിൽക്കുമോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. PM ശ്രീ പദ്ധതിയിൽ ഭാഗമാകാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ മന്ത്രിസഭാ യോഗത്തിൽ CPI എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തീരുമാനം മാറ്റിവെച്ചു. എന്നാൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാതെ CPIയുമായി കൂടിയാലോചന നടത്താതെ തന്നെ പദ്ധതിയുടെ ഭാഗമാകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലുള്ള എതിർപ്പ് പരസ്യമായി രേഖപ്പെടുത്തുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആ പദ്ധതി നടപ്പിലാക്കണം എന്ന വ്യവസ്ഥയോട് കൂടി PMCയുടെ ഭാഗമായി മാറിയാൽ അതെല്ലാ രംഗത്തും കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതസംഘടനത്തിന്റെ രാഷ്ട്രീയം അത്രമാത്രം ഫലപ്രദമായി ഉയർത്തിപ്പിടിക്കാൻ കഴിയും എന്ന ആശങ്ക CPIക്കുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും വെറുതെ 1466 കോടി രൂപ കളയേണ്ട കാര്യമില്ലല്ലോ എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും അത് രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് മാറ്റപ്പെടേണ്ട കാര്യമില്ല. അത് പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതിയാവും. CPI അവരുടെ എതിർപ്പിൽ ഉറച്ചു നിൽക്കുമോ എന്ന സംശയമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പങ്കുവച്ചത്. അവരതിൽ ഉറച്ചു നിൽക്കുമെന്നാണ് എനിക്കറിയേണ്ടത്. ക്യാബിനറ്റിൽ CPI മന്ത്രിമാരെന്ത് നിലപാട് സ്വീകരിക്കും? LDFൽ ചർച്ച ചെയ്യാൻ CPIക്ക് അതിനുള്ള നിലപാടുണ്ടോ, ഉറച്ച നിലപാടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും അടുത്ത മന്ത്രിസഭാ യോഗത്തിലും ഇടതുമുന്നണി യോഗത്തിലും എതിർപ്പ് പ്രകടമാക്കാൻ തന്നെയാണ് CPI നേതൃത്വത്തിന്റെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.